നൂറ്റാണ്ടിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ അതൊരു സാങ്കേതികമായിട്ട് മാത്രമാണ് സമസ്ത 1926 രൂപവൽക്കരിക്കപ്പെടുന്നത്. സമസ്തയുടെ ചരിത്രത്തിന്റെ വേരുകൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ എത്തുന്നത് കേരളത്തിൽ എങ്ങനെയാണ് ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത് എന്ന ചരിത്രത്തിലേക്കാണ്. ഏതാണ്ട് എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്ന ഒരു കാര്യം പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്ന് ഭിന്നമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 നൂറ്റാണ്ടിന് ശേഷമാണ് ഇസ്ലാം കേരളത്തിൽ വന്നത് എന്നൊക്കെയുള്ള ഭിന്നങ്ങളായ ചരിത്ര വീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ അംഗീകരിച്ചിട്ടുള്ള കാര്യം പ്രവാചകന്റെ കാലത്ത് തന്നെ പ്രവാചകന്റെ അനുചരന്മാരാൽ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതാണ് ഇസ്ലാം എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ദീൻ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് നബിയിൽ നിന്ന്, പ്രവാചകനിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച ആളുകളാണ് ഈ ദീൻ ഇവിടെ ഇസ്ലാം ഇവിടെ പ്രചരിപ്പിച്ചു എന്നുള്ളത്. ഇത് ആധികാരികമായ ദീനാണ്, അല്ലെങ്കിൽ ദീനിന്റെ ആധികാരികമായ മുഖമാണ് എന്നുള്ളതിന്റെ ഏറ്റവും ഉറച്ച ഒരു തെളിവാണ് ഈ സഹാബത്തിന്റെ കാലത്ത് തന്നെ, അല്ലെങ്കിൽ പ്രവാചക അനുയായികളുടെ കാലത്ത് തന്നെ ഇവിടെ ഇസ്ലാം പ്രചരിക്കപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ തുടർന്ന് ഇസ്ലാം മഖ്ദൂമിങ്ങളിലൂടെ, വെളിയങ്കോട് മർഗാവിലൂടെ, മമ്പ്രങ്കൽമാരിലൂടെ അങ്ങനെ ശക്തിപ്പിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു പരമ്പരാഗതമായ ഈ ഇസ്ലാം ഒരു പ്രതിസന്ധിയെ നേരിടുന്നത്. ആ പ്രതിസന്ധിയെ നേരിടുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥ ദീനിനെ സംരക്ഷിക്കുകയും യഥാർത്ഥ ദീനിനെ ഉയർത്തിപ്പിടിക്കുകയും എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന 1926 ഇവിടെ അതുകൊണ്ട് 26 സംഘടന രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സാങ്കേതികമായി മാത്രം ശരിയാണ്. കാരണം ഒരു 100 വർഷത്തെ ആദർശമല്ല സമസ്തക്കുള്ളത്. അത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പാരമ്പര്യത്തിന്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് സമസ്ത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സമസ്ത ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഈ കർമ്മശാസ്ത്ര രംഗത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സംഘടന സമൂഹത്തിൽ പ്രസക്തമാവുന്നത് എന്ന വലിയ ചോദ്യമാണ്. ഇത് സമുദായത്തിനുള്ളിൽ ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമല്ല, എന്തുകൊണ്ട് എന്ന ചോദ്യം ഉണ്ടാവുന്നു. ഒരു 100 പഴക്കമുള്ള ഒരു സംഘത്തെക്കുറിച്ച് തീർച്ചയായും എന്താണ് സമസ്തയുടെ സമകാലിക പ്രസക്തി എന്ന ചോദ്യം ഉണ്ടാവും. ഈ ചോദ്യത്തിന് ഏതാണ്ട് 40 വർഷം മുമ്പ് ഉത്തരം നൽകപ്പെട്ടിട്ടുണ്ട്. സമസ്തയുടെ ദീർഘകാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷംസുൽ മുസ്ലിയാർ അദ്ദേഹം സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനത്തിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. കാരണം അത് അത്രയേറെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ടാണ്. അന്ന് ഷംസുൽ പറഞ്ഞു, ഇവിടെ ഈ സമസ്ത എന്ന സ്ഥാപനം എന്ന ഈ സംഘടന നിലനിൽക്കേണ്ടത് കേവലം സുന്നികളുടെയോ മുസ്ലിങ്ങളുടെയോ മാത്രം പ്രശ്നമല്ല, അത് ഇവിടുത്തെ പൊതുസമൂഹം കൂടി അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദം, പരസ്പരം ഒരുമിച്ചുള്ള ജീവിതം, ഈ ദർശനം കേരളത്തിലേക്ക് സംഭാവന ചെയ്ത ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ അവസാനത്തെ കണ്ണിയാണ് സമസ്ത എന്നുള്ളത്. അതുകൊണ്ട് സമസ്തയെ നിലനിർത്തുക എന്നുള്ളത്, സമസ്തയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് കേവലം മുസ്ലിങ്ങളുടെ മാത്രം ബാധ്യതയല്ല, അത് പൊതുസമൂഹത്തിന്റെ കൂടി ബാധ്യതയാണ് എന്നുള്ളതാണ്. അത് അദ്ദേഹം പറഞ്ഞിട്ട് 40 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ വളരെ അർത്ഥഗർഭമായിരിക്കുന്നു. കാരണം ഇത് സമസ്തയുടെ പ്രസക്തി എന്ന് പറയുന്നത് എന്താണ്, സമസ്തയുടെ ആശയം എന്താണ്, സമസ്തയുടെ ആദർശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അടിസ്ഥാനപരമായി അത് ഇസ്ലാമിക ആദർശം തന്നെയാണെന്ന് മനസ്സിലാക്കും. ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ആദർശം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ മധ്യമ സ്വഭാവമാണ്. വസതീയത്ത് എന്ന് പറയുന്നത് എല്ലാറ്റിലും മധ്യമമായ ഒരു നിലപാടെടുക്കുക, അല്ലെങ്കിൽ അത് അതിര് കവിയാതിരിക്കുക എന്നത്. അതിര് കവിയുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏത് കാര്യത്തിലും അതിര് കവിയാതിരിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് ഈ സമുദായത്തെ ഈ പാതയിൽ ഉറപ്പിച്ചു നിർത്തുന്നത്, ഈ മധ്യമ പാതയിൽ എങ്ങനെയാണ് സമസ്ത ഇത്രയും കാലം ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ളത്, അത് ആണ് ഈ നേതൃത്വത്തിന്റെ പ്രസക്തി നിലനിൽക്കുന്നത്. നമ്മുടെ കാലഘട്ടം നമുക്കറിയാം, ഈ അതിര് കവിയലിന് എല്ലാ രീതിയിലും സാധ്യതകളുള്ള ഒരു സമുദായത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് പ്രകോപനം ഉണ്ടാകുന്നു. ഈ പ്രകോപനം നമ്മുടെ ഇടയിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ആ ഒരു സമയത്ത് ഈ യഥാർത്ഥമായ ദീനിന്റെ യഥാർത്ഥമായ മധ്യമ നിലപാടിനെ ഉറപ്പിച്ചു നിർത്തുക എന്നത്, അണപ്പ കൊണ്ട് കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന അതികഠിനമായ അത്യന്തം എന്താ പറയുക, നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഈ ഉലമാക്കളുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിൽ അത് സാധ്യമാകും. കാരണം ഇതുപോലുള്ള എത്രയോ പരീക്ഷണങ്ങളിലൂടെ മുസ്ലിം സമുദായം കടന്നുപോയിട്ടുണ്ട്. ഖവാരിജുകളായാലും ബുർജിയാക്കളായാലും അങ്ങനെ ഒരുപാട് സംഘങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെയും ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തിയത് ഈ ഉലമാക്കളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇതാണ് സമസ്തയുടെ സാമൂഹ്യ പ്രസക്തി എന്നുള്ളത്. എന്തുകൊണ്ട് ഞങ്ങൾ സമസ്തയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതിന് ഉത്തരം ഇതാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്ന ഒരു യഥാർത്ഥ നിലപാട് ഇസ്ലാമിന്റെ യഥാർത്ഥ നിലപാടാണ് സമസ്ത എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട്
സമസ്തയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്, സമസ്തയുടെ കൂടെ നിൽക്കുക എന്നുള്ളത്, സമസ്തയുടെ ചരിത്രം പറയുക എന്നുള്ളത്, സമസ്ത അല്ലെങ്കിൽ ഇസ്ലാമിൽ പുറത്തു നിൽക്കുന്ന ആൾ എന്തിനാണ് ഇത്രയധികം പ്രശ്നം ഉണ്ടാകുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ചോദ്യത്തിന് ഉത്തരം ഷംസുൽ ഉലമ പറഞ്ഞതാണ്, ഇത് പൊതുസമൂഹത്തിന്റെ കടമയാണ്. ആ കടമയാണ് ഞങ്ങൾ നിന്ന് നിർവഹിച്ചത്. ഈ 100 വർഷം ആഘോഷിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ചിത്രം നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് യഥാർത്ഥമാണ്.